ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു മെഹന്തി ഡിസൈൻ തന്നെയാണ് വരച്ചെടുക്കുന്നത്. ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഇതുപോലെ ഒരു സ്പൈറൽ ആദ്യം വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ സ്പൈറലിന്റെ മുകളിലായിട്ട് ഇത്തിരി ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ഷേപ്പ് വരുന്ന രീതിയിലുള്ള പെറ്റൽ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഒരു ഫ്ലവർ ആക്കി എടുക്കുക. ഇനി അതിനോട് ചേർന്ന് തന്നെ അടുത്തൊരു ഫ്ലവറും വരച്ചെടുക്കുക. എന്നിട്ട് ഈ രണ്ട് ഫ്ലവേഴ്സും ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒരെണ്ണം കൂടെ വരച്ചെടുക്കുക. ഇങ്ങനെ മൊത്തം 3 ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഫ്ലവേഴ്സിന്റെ ഒക്കെ പെറ്റൽസിന്റെ എണ്ണം ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ലെയർ പെറ്റൽ കൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ 2 ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിലും ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഇവിടെ 3 ലീവ്സ് വീതം ഈ ഒരു 3 ഫ്ലവേഴ്സിന്റെ 3 സൈഡിലായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു വരച്ചെടുത്ത ഫ്ലവറിന്റെ ഔട്ട്ലൈനും അതുപോലെ തന്നെ ലീഫിന്റെ ഔട്ട്ലൈനും ഒക്കെ ഒന്ന് കട്ടികൂട്ടി വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈന് കൈയിന്റെ 2 സൈഡിലും ഒരുപോലെ തന്നെ വരച്ചെടുക്കാൻ പറ്റിയ ഡിസൈനാണ്. കൈയിന്റെ ഉൾഭാഗത്ത് മുന്നേ വരച്ച മെഹന്തിന്റെ ചെയിൻ ഉള്ളതുകൊണ്ടാണ് പുറത്ത് വരച്ച് കാണിക്കുന്നത്. കയ്യിൽ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം മെഹന്തി ഇടാൻ ഇഷ്ടമുള്ളവരും നമുക്ക് കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഫ്രണ്ട് ഹാൻഡ് ഡിസൈൻ അല്ലെങ്കിൽ ബാക്ക് ഹാൻഡ് ഡിസൈൻ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് 2 സൈഡിലും ഒരുമിച്ച് ഇടാൻ പറ്റിയ ഡിസൈനാണെന്ന് പറഞ്ഞത്. ഇനി വരച്ചെടുത്ത ലേസിനുള്ളിലൊക്കെ ഓരോ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് താഴോട്ടായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഫ്ലവേഴ്സിന്റെ താഴായിട്ട് ഇതുപോലെ ഒന്ന് 2 ലൈൻസ് വരുന്ന ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഷേപ്പിന്റെ ഉൾഭാഗത്തായിട്ട് വരുന്ന സ്പേസിൽ ഇതുപോലെ സിഗ്സാഗ് ആയിട്ട് വരുന്ന രീതിയിൽ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 സൈഡിലോട്ടും സിഗ്സാഗ് വരുന്ന ലൈൻസ് വരച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു സിഗ്സാഗ് ലൈൻ കൊടുക്കുന്നതിന് പകരം നോർമൽ ലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം. ഫുള്ള് കോളങ്ങൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ലൈനിന് മുകളിലായിട്ട് ഒരു സ്പൈറൽ സെന്ററിൽ വരുന്ന രീതിയിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിൽ ഇതുപോലെ 3 പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഫ്ലവറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അടുത്തൊരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിനും പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു കർവ് വരുന്ന ലൈനിന് മുകളിൽ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഫ്ലവേഴ്സ് അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കുക. ഇനി ആദ്യം വരച്ചെടുത്ത ഫ്ലവറിന്റെ അടുത്തൊരു സൈഡിലും ഇതുപോലെ തന്നെ ഫ്ലവേഴ്സ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ആയ ശേഷം മുകളിൽ ആദ്യം വരച്ചെടുത്ത 3 ഫ്ലവേഴ്സിന്റെ മുകളിൽ വരുന്ന രീതിയിൽ ഒരു സ്പൈറൽ വരച്ചെടുക്കുന്നുണ്ട്. ഏകദേശം മിഡിൽ ഫിംഗറിനോട് താഴെ നിൽക്കുന്ന രീതിയിലാണ് വരച്ചെടുക്കുന്നത്. ഇനി അതിന് മുകളിലായിട്ട് ഒരു ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു സ്പൈറലിന് ചുറ്റിലും ഹംസ് വരച്ചെടുത്ത് ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഫ്ലവറിന് മുകളിൽ വീണ്ടും ഒരു സ്പൈറൽ വരച്ചെടുത്തിട്ട് അതിന് മുകളിലും 3 പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനോട് ചേർന്ന് തന്നെ അടുത്തൊരു ഫ്ലവറും വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ താഴെ ചെയ്ത പോലെ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ഈ ഒരു ഫ്ലവർ വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ വരച്ചെടുത്ത ഓരോ 2 ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിലും ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ലീവ്സ് വീതം എല്ലാ ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിലും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒത്തിരി പേര് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം തീരെ കുറവാണ്. അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ ശ്രമിക്കണേ. കൂടെ ഫ്രണ്ട്സിനും കസിൻസിനും മറ്റുള്ളവരിലേക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. ഇനിയൊരു ഡിസൈനിന്റെ മുകൾ ഭാഗത്ത് വരുന്ന ഷേപ്പിൽ 2 ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെ ചെയ്ത പോലെ തന്നെ സിഗ്സാഗ് വരുന്ന ലൈൻസ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് കോളങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ലൈനിന് മുകളിലായിട്ട് ഹംസ് ചുറ്റിലും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഹംസിന് മുകളിലായിട്ട് ഇത്തിരി വലുപ്പത്തിൽ തന്നെ പെറ്റൽസ് ഒന്ന് അടുപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വരച്ചെടുത്ത ഹംസ് തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് മുകളിലോട്ട് ഫിംഗറിലോട്ട് വരുന്ന രീതിയിൽ കർവ് വരുന്ന ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ലൈനിന് മുകളിൽ 2 സൈഡിലും ഇതുപോലെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 ദിവസം മുന്നേ ചെയ്ത ലൈവിൽ 5 മെഹന്തി ഡിസൈൻ ലൈവായി വരച്ചെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ലോങ് വീഡിയോസ് ആണെങ്കിലും പുതിയ സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റിയ ഡിസൈൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇനി ഈ ഒരു ഡിസൈനിന്റെ അടുത്ത സൈഡിലും ഇതുപോലെ ഒരു കർവ് വരുന്ന ലൈന് അടുത്ത ഫിംഗറിലോട്ട് നിൽക്കുന്ന രീതിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ലൈനിന് മുകളിലായിട്ട് ഡോട്ട്സ് ഇട്ടിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ ഒരു ഡിസൈനിന്റെ താഴ്ഭാഗത്തും 2 ലൈൻസ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഒന്നില് ഡോട്ട്സും അതുപോലെ തന്നെ ഒന്നില് ലീവ്സും വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കർവ് വരുന്ന ലൈനുകളുടെ ഉള്ളിലായിട്ട് സെന്ററിൽ കൊടുത്തിട്ടുള്ള ഫ്ലവറിന്റെ മുകളിൽ താഴോട്ട് നിൽക്കുന്ന രീതിയിൽ 5 ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഡിസൈനിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ മരണപ്പെട്ട ഇക്ക തന്ന മെഹന്തിൻ്റെ ബുക്കിനെ കുറിച്ചിട്ട്. ഇതാണ് ആ ഒരു ഗിഫ്റ്റ്. 10 മെഹന്തി ഡിസൈൻസ് അടങ്ങുന്നൊരു ബുക്കാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.